നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. അപ്പൊ നമ്മുടെ ഓൾ കേരള ട്രിപ്പ് ഞങ്ങള് ഇടുക്കി കഴിഞ്ഞ്, ഇടുക്കി വരെ നമുക്ക് ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഇടുക്കി തീർന്ന് ഞങ്ങളിപ്പോ പെരുമ്പാവൂര് വഴി തൃശ്ശൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി നമുക്ക് തൃശ്ശൂരും മലപ്പുറം ജില്ലയാണ് ബാക്കിയുള്ളത്. അപ്പൊ തൃശ്ശൂരിന്റെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ കാണിച്ച് ഒരുപാട് സ്ഥലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് തിരിച്ചു പോകാനുള്ള ഈ മാസം നമ്മൾ തിരിച്ച് മലാവിയിലേക്ക് പോകണം. ഫെബ്രുവരി 20-ാം തീയതി ആകുമ്പോൾ ഞങ്ങൾ തിരിച്ച് മലാവിയിലേക്ക്. ഫെബ്രുവരി 2 ആയി അല്ലേ? ഫെബ്രുവരി 2 ആയി. എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങൾ പോകുന്നത്. ഇപ്പൊ നാട്ടിലെത്തിയൊരു ഇതാണ്, പക്ഷെ അപ്പത്തേക്കും തിരിച്ചു പോകാനുമായി. എന്താണ് ഈ യാത്ര കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഒരുപാട് സന്തോഷം കിട്ടി. ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റി. അവരുടെ നമ്മളെ കാണണമെന്ന് വിചാരിച്ച് കൊതിച്ചിരിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണാൻ പറ്റി അല്ലേ? പിന്നെ അതേപോലെ കുറെ എല്ലാ നാടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞങ്ങള് ശരിക്കും പറഞ്ഞ ഇത്രയും ആളുകൾ വിളിക്കുന്നൊരിക്കും പ്രതീക്ഷിച്ചില്ലല്ലേ. ഞങ്ങൾ 1-2 ആളുകൾ ചിലപ്പോ നമ്മളെ വിളിക്കുമായിരിക്കും, അവരെ കാണുക, അതൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ അപ്പുറത്ത് നിരന്തരം കോളുകളായിരുന്നു നമുക്ക് വന്നത്. കൊറേ ഞങ്ങൾ പോയി കണ്ടു. പിന്നെ കുറച്ചൊക്കെ നമുക്ക് നമ്മൾ പോണ വഴിയിലല്ലാത്തതുകൊണ്ടും കുറച്ച് ദൂരെ ആയതുകൊണ്ടും ഒക്കെ കാണാൻ പറ്റാതെ പോയതുണ്ട്. എങ്കിലും അവരോടൊക്കെ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അടിപൊളി ഒരു ട്രിപ്പ് ആയിരുന്നു അല്ലേ? വലിയ ക്ഷീണമല്ല, എന്നാ ഈ സമയമാകുമ്പോഴത്തേക്കിനും കുറച്ചൊരു ക്ഷീണമല്ല, എന്നാലും കുഴക്കം ഒരു നോൺ സ്റ്റോപ്പ് ട്രിപ്പ് പോലെ ഇങ്ങനെ പോവായിരുന്നു. ഇത്രയും ദിവസം വാഹനത്തിന്റെ ഉള്ളിൽ തന്നെയല്ലേ നമ്മള്, അതുകൊണ്ട് നമ്മുടെ കൈയും കാലും അനങ്ങണില്ലല്ലോ. ഈ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അതേപോലെ ഇറങ്ങുന്നു, പിന്നെ ഉറങ്ങാൻ വേണ്ടി ഇറങ്ങുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇതുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ടൈം എടുത്ത് ഒരു ജില്ലയിൽ തന്നെ ഒരു 3-4 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്ത് ടൈം എടുത്ത് പോവാണെങ്കിൽ നമുക്ക് ഒരു ക്ഷീണവും വരില്ല. നല്ല രീതിയിൽ എല്ലായിടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ പ്രത്യേകത നമ്മളെ ഈ ഉൾഗ്രാമങ്ങളിലൂടെയായിരുന്നു എല്ലാ യാത്രയും പറയാം അല്ലേ? അതെ അതെ. ചുരുക്കമാണ് ഞങ്ങൾ ഹൈവേ പിടിച്ചിട്ടുള്ളത്. ബാക്കി മുഴുവൻ മലയോര ഹൈവേകളും കുഞ്ഞു റോഡുകളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വളവും തിരിവും അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഡ്രൈവ് ചെയ്ത് പോണ സമയത്ത്. അങ്ങനെ കുറച്ച് എന്താ പറയാ, ഒരു നല്ലൊരു യാത്ര തന്നെ പറയാട്ടോ. യാത്രാനുഭവം പറയുകയാണെങ്കിൽ നല്ലൊരു യാത്രയായിരുന്നു. വേറെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു അല്ലേ? ഒരു തരത്തിലുള്ള ബാഡ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടില്ല. എല്ലാം ഹാപ്പിനെസ് ആയിരുന്നു. നല്ല കാഴ്ചകൾ, ചില ആൾക്കാരെ കാണാൻ പറ്റാതെ പോയി എന്നുള്ള അല്ലെ, ചില ആൾക്കാരെ നമ്മളെ കാണാൻ ആഗ്രഹിച്ചിട്ട് നമുക്ക് ദൂരം കൂടുതലായതുകൊണ്ട് കാണാൻ പറ്റാതെ, അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ ആ ഒരു പ്ലേസ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ വരുമ്പോഴത്തേക്കും. ചിലത് അങ്ങനെ മിസ്സായി പോയതിന്റെ ചെറിയ വിഷമം, അങ്ങനെ കുറച്ചൊരു വിഷമം എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തായാലും ഓൾ കേരള ട്രിപ്പ് ഇപ്പൊ നമ്മള് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇനി നേരെ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ എടുത്ത് നേരെ മലപ്പുറം വിടുന്നു. അതോടെ നമ്മുടെ ഓൾ കേരള ട്രിപ്പ് അവസാനിക്കും. അതിനുശേഷം നമ്മുടെ വീഡിയോസ് ഓരോന്നായിട്ട് വരും കേട്ടോ. എഡിറ്റിങ്ങിലാണ് കുറച്ചൊക്കെ ടൈം എടുത്ത് ചെയ്യണം. അതുകൊണ്ട് അപ്പൊ ഓരോ വീഡിയോസ് ആയിട്ട് ഇനി തുടർന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ചെറിയൊരു അപ്ഡേഷൻ ഇട്ടതാണ്. നമ്മൾ ഇനി തൃശ്ശൂരിലേക്കാണ് പോണത്. തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ മലപ്പുറത്തിന്റെ കുറച്ച് ഭാഗം എടുക്കാനുള്ളൂ. അതോടെ നമ്മൾ ഓൾ കേരള ട്രിപ്പ് പൂർണ്ണമാവും കേട്ടോ.